ഒരു 1000% ഉറപ്പിച്ചു പറയാം, CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ നിന്നും മാറും. ഉറപ്പായിട്ടും പല CPM ലീഡേഴ്സും പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും CPM മുന്നണി ഇറങ്ങുന്നത്. പക്ഷെ അത് CPM ജയിക്കുകയാണെങ്കിൽ പിണറായി നയിക്കുന്ന ഒരു മന്ത്രിസഭയല്ല ഉണ്ടാവുന്നത്, മറ്റാരെങ്കിലും ഉണ്ടാകും. പക്ഷെ പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെ ആയിരിക്കും CPM മുന്നണി. അതായത് അതിൻ്റെ അകത്ത് പല റിലീജിയസ് കാസ്റ്റ് പോളറൈസേഷൻ മാറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് തന്നെ വരും. പക്ഷേ പിണറായി വിജയൻ ആയിരിക്കുകയില്ല മുഖ്യമന്ത്രി. ഈ രണ്ടാമത്തെ ടോപ്പിക് ഉറപ്പായിട്ടും പറയാം. അതായത് അർത്ഥശങ്കയില്ലാത്ത പറയാം, ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും CPM നയിക്കുന്ന മുന്നണി അധികാരത്തിൽ വരത്തില്ല. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും വരത്തില്ല, ഉറപ്പാണത്. പിന്നീട് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത, അതായത് 90 മുതൽ 95% വരെ അർത്ഥശങ്കയില്ലാതെ പറയാം, കോൺഗ്രസ് നയിക്കുന്ന UDF ആയിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. തുറന്നത് കൃത്യമായിട്ടൊക്കെ പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് മാത്രമൊന്നുമല്ല, മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ നോക്കുക, കേരളത്തിലെ പ്രബലമായ സാമുദായിക ഫോറംസ്, അതായത് സംഘടനകൾ, ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവരിപ്പം മുറവിളി കൂട്ടുന്നൊരു സംഭവമുണ്ട്. അവർക്കറിയാം കോൺഗ്രസ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്, പ്രധാനപ്പെട്ട മുന്നണിയായിട്ട് അധികാരത്തിൽ വരുന്നത്. അവിടെ ഒരു കാരണവശാലും അവർക്ക് താല്പര്യമില്ല. അതായത് NSSനും താല്പര്യമില്ല, SNDPക്കും താല്പര്യമില്ല KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണം. അതിനുവേണ്ടി അവർ നടത്തുന്ന ചില കോലങ്ങളും ഗിമിക്സും പരിപാടികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് NSSൻ്റെ ജനറൽ സെക്രട്ടറി റൂമാരൻ നായർ പ്രത്യേകിച്ച് BD സതീശനെതിരെ അറ്റാക്ക് നടത്തുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്ത് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BD സതീശനെതിരെ ഡെലിബറേറ്റായിട്ട് രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് അവർക്കൊരു കാരണവശാലും BD സതീശൻ്റെ പേരാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അവരൊന്നും തന്നെ KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നില്ല. ഇത് ഡയറക്റ്റ് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന KC വേണുഗോപാലിനെ തന്നെയാണ്. അതായത് ഈ രണ്ടു കൂട്ടർക്കും താല്പര്യം, അതായത് രമേശ് ചെന്നിത്തല അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം.